ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ആഗ്രഹിക്കുന്നവരും സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സ്വപ്നം കാണുന്നവരും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട, എന്നാൽ പലരും മറന്നുപോകുന്ന ചില സുപ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന് നമ്മൾ പറയും, എന്നാൽ ഇരപിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ കടുവയെ കണ്ടുപിടിക്കണം. കാരണം കടുവ ഒരിക്കലും വേട്ടയാടാൻ പോകുമ്പോൾ ഗർജിക്കാറില്ല. അത് ശബ്ദമുണ്ടാക്കാതെ ഇലയനങ്ങാതെയാണ് തന്റെ ലക്ഷ്യത്തിലേക്ക് നടക്കുന്നത്. ചാടി വീഴുന്ന ആ അവസാന നിമിഷം വരെ മരണം തൊട്ടുപിന്നിലുണ്ടെന്ന് ആ മാൻ അറിയില്ല. വിജയിക്കുന്ന മനുഷ്യനും ഇതുപോലെയാണ്. അവന്റെ നീക്കങ്ങൾ നിശബ്ദമായിരിക്കും, പക്ഷെ ഫലം അത് ലോകത്തെ ഞെട്ടിക്കുന്നതായിരിക്കും. ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് എപ്പോഴും പറയുമായിരുന്നു, നിന്റെ വിജയത്തിന്റെ താക്കോലിരിക്കുന്നത് നിന്റെ ബുദ്ധിയിലല്ല, മറിച്ച് നിന്റെ നാവിലാണെന്ന്. നാവിന് എല്ലില്ല, പക്ഷെ അതിനൊരു സാമ്രാജ്യത്തെ തകർക്കാൻ കഴിയും. അതുകൊണ്ട് സാമ്പത്തികമായി ഉയരാൻ ആഗ്രഹിക്കുന്നവർ മരണം വരെ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സാമ്പത്തികമായ തകർച്ച അഥവാ അർത്ഥനാശമാണ്. നിങ്ങൾ ധനികനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഒരിക്കലും പരസ്യപ്പെടുത്തരുത്. നമുക്കൊരു ശീലമുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റുള്ളവരുടെ സഹതാപം കിട്ടാൻ വേണ്ടി നമ്മൾ അത് പറഞ്ഞു നടക്കും. എന്റെ കച്ചവടം പൊളിഞ്ഞു, എനിക്ക് കടം കയറി എന്നൊക്കെ. എന്നാൽ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പുറമെ വിഷമം കാണിച്ചേക്കാം, പക്ഷെ ഉള്ളിൽ അവർ സന്തോഷിക്കും. മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക തകർച്ച അറിഞ്ഞാൽ സുഹൃത്തുക്കൾ പോലും നിങ്ങളെ ബഹുമാനിക്കില്ല, നിങ്ങളെ വിട്ടുപോകും. സമ്പത്ത് ഒരു കവചമാണ്. ആ കവചത്തിന് ഓട്ട വീണു എന്ന് ശത്രു അറിഞ്ഞാൽ അവൻ അവിടെ തന്നെ കുത്തും. അതുകൊണ്ട് പണമില്ലെങ്കിലും രാജാവിനെ പോലെ നടക്കുക. കാരണം ദാരിദ്ര്യം പറയുന്നവന്റെ അടുത്തേക്ക് ലക്ഷ്മി ദേവി കടന്നുവരില്ല. പണം പോലെ തന്നെ അതീവ രഹസ്യമായി സൂക്ഷിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഗൃഹഛിദ്രം അഥവാ കുടുംബ വഴക്കുകൾ. വീടിനുള്ളിലെ പ്രശ്നങ്ങൾ, വഴക്കുകൾ എന്നിവ ഒരിക്കലും 4 ചുവരുകൾക്ക് പുറത്തു പോകരുത്. കാരണം പൊട്ടിയ മൺകലം ആരെങ്കിലും വില കൊടുത്തു വാങ്ങുമോ എന്ന് ചാണക്യൻ ചോദിക്കുന്നു. പുറമേ നോക്കുമ്പോൾ കുടുംബം ഭദ്രമായിരിക്കണം, ഉള്ളിൽ വിള്ളലുകൾ ഉണ്ടാകാം. പക്ഷെ അത് പുറം ലോകം അറിഞ്ഞാൽ നിങ്ങളുടെ വിലയിടിഞ്ഞു. നിങ്ങൾ ഭാര്യയെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ കൂട്ടുകാരോട് കുറ്റം പറയുമ്പോൾ അവർ തലകുലുക്കി കേൾക്കും, പക്ഷേ തിരിഞ്ഞു നടക്കുമ്പോൾ അവർ നിങ്ങളെ പുച്ഛിക്കും. നാളെ ബിസിനസ്സിൽ ഒരു തർക്കം വന്നാൽ അവന് സ്വന്തം വീട്ടിലെ പ്രശ്നം പോലും തീർക്കാൻ പറ്റില്ല. പിന്നെയാണോ ഇത് എന്ന് അവർ പറയും. കുടുംബ വഴക്കുകൾ പുറത്തു പറയുന്നത് സ്വന്തം ബലഹീനതകൾ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് വീടിനുള്ളിൽ എന്ത് സംഭവിച്ചാലും വാതിൽ തുറന്നു പുറത്തിറങ്ങുമ്പോൾ ലോകത്തിനു മുന്നിൽ നിങ്ങൾ ഒറ്റക്കെട്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രധാനമാണ് നിങ്ങൾക്ക് നേരിട്ട അപമാനങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക എന്നത്. ആരെങ്കിലും നിങ്ങളെ പരസ്യമായി കളിയാക്കിയാലോ വഴക്കു പറഞ്ഞാലോ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കരുത്. ശിവഭഗവാൻ കാളകൂട വിഷം കഴുത്തിൽ സൂക്ഷിച്ചതുപോലെ അപമാനം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കണം. രത്തൻ ടാറ്റയെ ഫോർഡ് കമ്പനി അപമാനിച്ചപ്പോൾ അദ്ദേഹം അത് പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞില്ല. പകരം ആ അപമാനം ഒരു തീയായി മനസ്സിൽ സൂക്ഷിച്ചു. പിന്നീട് ഫോർഡിന്റെ ജാഗ്വർ ലാൻഡ് റോവർ വാങ്ങി മധുരമായ പ്രതികാരം ചെയ്തു. അപമാനം വിളിച്ചു പറഞ്ഞാൽ ലോകം നിങ്ങളെ ഒരു ഇരയായി കാണും, സഹതാപം തരും. പക്ഷെ നിശബ്ദമായി സഹിച്ചാൽ അത് നിങ്ങളെ ഉള്ളിൽ നിന്ന് കത്തിക്കും. ആ തീയിൽ നിന്നാണ് വിജയമുണ്ടാകേണ്ടത്. ഒരുപക്ഷെ ഇവയെക്കാളൊക്കെ ഉപരിയായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഭാവി പരിപാടികളാണ്. മനസ്സിൽ വിചാരിച്ച കാര്യം അത് ചെയ്തു തീർക്കുന്നത് വരെ പുറത്തു പറയരുത്. നമ്മൾ പലപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പോകുന്നേയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കും, വൗ സൂപ്പർ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ ഡോപാമിൻ എന്ന സന്തോഷ ഹോർമോൺ ഉണ്ടാകുകയും ആ കാര്യം ചെയ്യാനുള്ള യഥാർത്ഥ ആവേശം കുറയുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങളുടെ ഐഡിയകൾ മറ്റുള്ളവർ കോപ്പിയടിക്കാനും നിങ്ങളെ പരാജയപ്പെടുത്താനും അത് കാരണമാകും. ഓർക്കുക, ഒരു വിത്ത് മണ്ണിനടിയിൽ ഇരുട്ടിൽ കിടന്നാണ് മുളയ്ക്കുന്നത്. അതിനെ പുറത്തെടുത്ത് വെയിലത്ത് വെച്ചാൽ അത് ഉണങ്ങിപ്പോകും. നിങ്ങളുടെ സ്വപ്നങ്ങളും ഇതുപോലെയാണ്. അവയ്ക്ക് വളരാൻ സീക്രസി അഥവാ രഹസ്യ സ്വഭാവം ആവശ്യമാണ്. നിശബ്ദമായി പണിയെടുക്കുക, നിങ്ങളുടെ വിജയം ശബ്ദമുണ്ടാക്കട്ടെ. അവസാനമായി, നിങ്ങൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പോലും രഹസ്യമായിരിക്കണം. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ ചെയ്ത സഹായം പറഞ്ഞു നടന്നാൽ ആ പുണ്യം അവിടെ തീർന്നു. മാത്രമല്ല, അത് സഹായം സ്വീകരിച്ച വ്യക്തിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിശബ്ദമായി കൊടുക്കുന്നവന് പ്രപഞ്ചം 10 ഇരട്ടിയായി തിരിച്ചു നൽകും. ഈ പറഞ്ഞ കാര്യങ്ങൾ വെറുമൊരു അറിവായി മാത്രം കാണാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കവചം പോലെ കൊണ്ടു നടക്കുക. അപ്പോൾ നിങ്ങളുടെ കൈകൾക്ക് വല്ലാത്തൊരു ശക്തി ഉണ്ടാകും. ആ ശക്തി നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും.